നമസ്കാരം. ഭവനത്തിൽ വാസ്തുപ്രകാരം അടുക്കള നിർമ്മിച്ചാൽ മാത്രം പോരാ, അനുകൂലമായ ഫലത്തിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുക്കളയിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രതികൂലമായ ഊർജവും അതിൽ താമസിക്കുന്നവരെ ബാധിക്കും എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പരാമർശിക്കുന്നത്. അതിനാൽ വീടിന്റെ മറ്റു മുറികളേക്കാൾ അടുക്കളയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകണം. ഒരു കുടുംബത്തിൽ എപ്പോഴും സജീവമായ അടുക്കളയിൽ ഏറ്റവും പ്രധാനം അടുക്കും ചിട്ടയും വൃത്തിയുമാണ്. കൂടാതെ ചില തെറ്റുകൾ അടുക്കളയിൽ ചെയ്യുന്നതിലൂടെ പ്രതികൂല ഊർജത്തിന് കാരണമാവുകയും ചെയ്യും. അത് ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ചില കാര്യങ്ങൾ അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുക. ആദ്യം അതേക്കുറിച്ച് പരാമർശിക്കാം. ചൂൽ ഒരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുക. അടുക്കള തൂക്കാൻ ഉപയോഗിക്കുന്ന ചൂൽ വീടിന്റെ മറ്റു ഭാഗങ്ങൾ വൃത്തിയാക്കുവാൻ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. തൂത്തു കഴിഞ്ഞാൽ അടുക്കളയിൽ മഞ്ഞളും കല്ലുപ്പും ചേർത്ത വെള്ളം തളിക്കേണ്ടതായിട്ടുണ്ട്. വിള്ളലുള്ള പാത്രങ്ങൾ, അല്പം പൊട്ടിയ പാത്രങ്ങൾ ഉപേക്ഷിക്കുവാൻ മടി കാണിക്കുന്നവരുണ്ട്. ഇത് അടുക്കളയിൽ നെഗറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുകയും വാസ്തുദോഷത്തിന് കാരണമാവുകയും ചെയ്യും. അതിനാൽ അരികുകൾ പൊട്ടിയതോ വിണ്ടതോ ചോർച്ച ഉള്ളതോ ആയ പാത്രങ്ങൾ യഥാസമയം മാറ്റാതെ അടുക്കളയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക. കഴിവതും ഉപയോഗശൂന്യമായ വസ്തുക്കൾ അടുക്കളയിൽ നിന്നും നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കല്ലുപ്പ് വീടുകളിൽ ഏവരും സൂക്ഷിക്കുന്നതാണ്. അടുക്കളയിൽ സൂക്ഷിക്കുന്നത് അനുകൂലമായ ഊർജം ആ വീടുകളിൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി തീരും, അഥവാ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കും. എന്നാൽ സ്റ്റീൽ, ഇരുമ്പ് പാത്രങ്ങളിൽ കല്ലുപ്പ് ഒരിക്കലും സൂക്ഷിക്കാൻ പാടുള്ളതല്ല. വിപരീതമായിരിക്കും ഫലം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സ്ഫടിക പാത്രത്തിലോ മൺപാത്രത്തിലോ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കൂടാതെ മഞ്ഞൾ, അരി, കല്ലുപ്പ് എന്നിവ തീർന്നു പോകാൻ പാടില്ല എന്നാണ് പറയുക. ഉപയോഗത്തിന് അനുസരിച്ച് ഈ 3 വസ്തുക്കളും തീരുന്നതിന് മുൻപ് തന്നെ വാങ്ങി വയ്ക്കേണ്ടത് അനിവാര്യമാണ്. അടുപ്പിൽ വലതു ഭാഗത്താണ് സൂക്ഷിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക. അതായത് അടുപ്പിന്റെ വലതു ഭാഗത്തായി സൂക്ഷിക്കുക. അടുപ്പിന്റെ അടുത്ത് ഒരിക്കലും ജലം സൂക്ഷിക്കാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം. അത് ശുഭകരമല്ല. മരുന്നുകൾ അല്ലെങ്കിൽ മരുന്ന് കാലിയായ കുപ്പികൾ എന്നിവ അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല. വസ്തുക്കൾ തട്ടുകളിൽ കുത്തി നിറച്ച് വയ്ക്കുവാനും പാടുള്ളതല്ല. ആ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ഓർക്കണം. അടുക്കളയിൽ മൂർച്ചയേറിയ വസ്തുക്കൾ ആവശ്യമായി വരുന്നതാണ്. എന്നാൽ ഉപയോഗശേഷം കത്തി, കത്രിക എന്നിവ ഷെൽഫിനുള്ളിൽ തന്നെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. പെട്ടെന്ന് കാണുന്ന രീതിയിൽ ഇവ സൂക്ഷിക്കാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കണ്ണാടിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു ഊർജത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് കണ്ണാടി. കേരളത്തിൽ പൊതുവെ അഗ്നികോണിലാണ് അടുക്കളയുടെ സ്ഥാനം. അഗ്നികോണായ തെക്ക് കിഴക്ക് ഭാഗത്ത് കണ്ണാടി സ്ഥാപിക്കുന്നത് പ്രതികൂലമായ ഊർജം ആ വീടുകളിൽ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. പല വിധത്തിലുള്ള തിരിച്ചടികൾ, നിരാശാപൂർണമായ പല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിനും കാരണമായി തീരും. ഈ ഭാഗങ്ങളിൽ കണ്ണാടി സ്ഥാപിച്ചാൽ, പ്രത്യേകിച്ചും വീടുകളിൽ കലഹങ്ങൾ, സമാധാനക്കുറവ്, ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ, തന്മൂലം കുടുംബാംഗങ്ങൾക്കിടയിലുള്ള കലഹങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ മറ്റ് കലഹങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ഈ ഒരു കാര്യത്തിലും പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. അടുക്കളയിൽ ആദ്യം പ്രവേശിക്കുന്നതായ സമയത്ത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായ കാര്യം നിത്യവും കുളിച്ചതിന് ശേഷം അടുക്കളയിൽ കയറുക എന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം. എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ ഏവർക്കും ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. അത്തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം മാത്രം
നിങ്ങൾ അടുക്കളയിലേക്ക് പ്രവേശിക്കുക. ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭം. ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് സഹായകരമായി തീരും. വെള്ളിയാഴ്ച എന്ന ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം അന്ന് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസമാകുന്നു. അതിനാൽ ഇന്നേ ദിവസം മഹാലക്ഷ്മി കടാക്ഷം വീടുകളിൽ വർദ്ധിക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരുന്നതിനും ഈ ദിവസം ചില കാര്യങ്ങൾ പ്രത്യേകമായും ചെയ്യുക. അടുക്കളയിൽ പ്രത്യേകിച്ചും മഞ്ഞൾ ജലം തളിക്കുക. വീടിന്റെ എല്ലാ മൂലയിലും പ്രധാന വാതിലിലും പുറകുവശത്തെ വാതിലിലും തളിക്കുന്നതും അതീവ ശുഭകരമാണ്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാനും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായി തീരും. അതിനാൽ വിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കാര്യവും ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക. എപ്പോഴും രാത്രി കിടക്കുന്നതിന് മുൻപ് അടുക്കള വൃത്തിയാക്കിയതിന് ശേഷമാണ് കിടക്കേണ്ടത്. ആ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ദോഷമായി ഭവിക്കാവുന്നതുമാണ്. അടുക്കളവാതിൽ എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അടുക്കളവാതിലിൽ പൊടി പിടിച്ചിരിക്കുന്നത് ശുഭകരമല്ല. കൂടാതെ വിള്ളൽ പൊട്ടുക തുടങ്ങിയ കാര്യങ്ങൾ വാതിലിൽ സംഭവിക്കുന്നതും ശുഭകരമല്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ എപ്പോഴും അടുക്കള വൃത്തിയായി തന്നെ സൂക്ഷിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അടുക്കളയിൽ ഓരോ ദിവസവും പ്രവേശിക്കുവാൻ ഉത്തമമായ സമയമുണ്ട്. അതിൽ ഏറ്റവും വിശേഷപ്പെട്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ആ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ബ്രാഹ്മമുഹൂർത്തത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ഏവർക്കും ഈ സമയം ഉണരുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ ഈ സമയം അതിരാവിലെ കുളിച്ച് അടുക്കളയിൽ കയറുന്നത് കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷമാണ് എങ്കിൽ പോലും അടുക്കളയിൽ ഈ സമയം പ്രവേശിക്കുന്നതും പാചകം ആരംഭിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. 6 മണിക്ക് മുൻപ് കയറുന്നതും ഏറ്റവും വിശേഷമായി തന്നെയാണ് കണക്കാക്കുന്നത്. കഴിവതും 8 മണിക്ക് മുൻപായി തന്നെ അടുക്കളയിൽ ആദ്യം പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ശുഭം. ഇപ്രകാരം പ്രവേശിച്ച് കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ് അതീവ ശുഭകരമായി കണക്കാക്കുക. അടുക്കളയിൽ ഈ സമയത്തിന് മുൻപായി തന്നെ അഗ്നി തെളിയിക്കണം എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം ചെയ്യുന്നത് അതീവ ശുഭകരമായി ഭവിക്കും. സന്ധ്യയ്ക്ക്, അതായത് നാം വൈകുന്നേരം വിളക്ക് വയ്ക്കുന്നതായ സമയത്തും കഴിവതും അടുക്കള വൃത്തിയായി തന്നെ വയ്ക്കുക. ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. പലരും വിട്ടുപോകുന്നതായ ഒരു കാര്യമാകുന്നു. ഈ സമയം ആഹാരം കഴിക്കുകയോ അല്ലെങ്കിൽ അടുക്കളയിൽ നിന്നും പാചകം ചെയ്യുന്നതായ ശബ്ദം വരുന്നതും ശുഭകരമല്ല എന്നാണ് പറയുക. ഈ സമയം വിളക്ക് തെളിയിച്ച് നാമജപം നടത്തേണ്ടതായ സമയമാകുന്നു. ഇപ്രകാരം ചെയ്യുന്നതാണ് ഉത്തമം. ആ സമയം നിങ്ങൾ അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് അത്ര ശുഭകരമല്ല. കടം വിട്ടൊഴിയില്ല എന്നാണ് പറയുക. അലക്ഷ്മി ദേവി ആ വീടുകളിൽ പ്രവേശിക്കുന്നതുമാണ്. അതിനാൽ തന്നെ ഞാൻ ഈ പരാമർശിച്ചതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആ പ്രാധാന്യം നൽകി നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും മഹാലക്ഷ്മി കടാക്ഷത്താൽ ആ വീടുകൾക്ക് ഐശ്വര്യം തന്നെ വന്നു ചേരും.